ഓ അവന്റെ ഒരു ശ്രീലക്ഷ്മി, ഇത്രയും ശുഷ്കാന്തി ഞാൻ വേറെ ഒന്നിനും കണ്ടിട്ടില്ലല്ലോ. രാവിലെ എണീച്ച് പോയിരിക്കാം അവളുടെ അടുത്തേക്ക്. ദേഷ്യം വരുന്നേ. ചേച്ചി എന്തേ? പെണ്ണിനെ ഞാൻ കൊല്ലും കേട്ടല്ലോ. നീ കൊന്നു കഴിഞ്ഞാ പറ, കുച്ചിടാൻ ഞാനും കൂടി സഹായിക്കാം. എന്തൊരു കഷ്ടായത്. ഇതിപ്പോ ആരെ കൂടെ നമ്മൾ ട്രിപ്പ് വന്നേ? എനിക്കൊന്നും അറിയാൻ പാടില്ല. ഷാജിനേട്ടനെ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല. അയ്യന്റെ മോളെ, വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തല്ലേ ഉള്ളൂ. ഇവിടെ ഒരുത്ത രാവിലെ എണീച്ച് പോയതാ. എനിക്കുണ്ടല്ലോ ദേഷ്യം വന്നിട്ട് ഞാൻ വല്ലതും പിടിച്ച് ചെയ്യുവാനേ. നമുക്ക് രണ്ടെണ്ണത്തിനും കൂടി വല്ല റൂമിലും പൂട്ടിയിട്ടാലോ? മിക്കവാറും അങ്ങനെ ചെയ്യേണ്ടി വരും. ഇതെന്തായാലും ഫ്രണ്ട് അല്ല, എനിക്ക് ഉറപ്പാ. ഇത് പറയാൻ എന്ത് ചെയ്യാ? ഒരു വഴിയുണ്ട്. എന്തു വഴി? മീരനോട് ചോദിച്ചാ പോരെ? നല്ല ഐഡിയ. നീ മീരനെ അങ്ങോട്ട് വിളിച്ചേ. എന്താ ചേച്ചി വിളിച്ചാ? ആടാ. എന്തേ? നിനക്കൊരു ശ്രീലക്ഷ്മിനെ അറിയോ? ശ്രീലക്ഷ്മിയോ? ഇവിടെ കേട്ടിണ്ടല്ലോ. അല്ല, സജിന്റെയും അർജുന്റെ ഒക്കെ കൂടെ പഠിച്ചേ. ഓ, ശ്രീകുട്ടി ചേച്ചിനാണോ പറയുന്നേ? ശ്രീകുട്ടിയാ? ഞങ്ങളൊക്കെ പണ്ട് അങ്ങനെയൊന്ന് വിളിക്കല്. അതാരാ? അതോ, അത് അല്ല, നിങ്ങളെങ്ങനെ ശ്രീകുട്ടി ചേച്ചിനെ പറ്റി അറിഞ്ഞേ? അതൊക്കെ അറിഞ്ഞ്. നീ ഒന്ന് പറഞ്ഞേ, ഇതാരാന്ന്? ശ്രീലക്ഷ്മി, അതാണ് ചേട്ടന്റെ ഫസ്റ്റ് ലവർ. ലവറോ? ലവറല്ല, ക്രഷ്. ആരെന്ന് ചോദിച്ചാൽ കറക്റ്റ് പറയാൻ പറ്റില്ല. രണ്ടാക്കും ഇഷ്ടായിരുന്നു. ചേച്ചി, ഇത് നമുക്കുള്ള പാരയാവും. എന്നിട്ട് നീ ബാക്കി കഥ പറഞ്ഞേ. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഇവിടെ ഇരിക്കട്ടെ. ആ കഥ ഒന്ന് പറ. അതായത് പണ്ട് 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 ഒരു കോളേജ് ഉണ്ടായിരുന്നു. അവിടെ രണ്ട് ചെക്കന്മാരും ഉണ്ടായിരുന്നു. ഇവർ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം ഇവരെ കോളേജിലേക്ക് ഒരു ന്യൂ കമ്മർ വരുന്നത്. എന്നിട്ട് ഈ ന്യൂ കമ്മറിന്റെ പേരാണ് ശ്രീലക്ഷ്മി. അതായത് നല്ലൊരു നാടൻ പെൺകുട്ടി. ഈ നാട്ടും പുറത്തൊക്കെ ജീവിക്കുന്നേ അതേപോലത്തെ ടൈപ്പ്. ഓ, എന്റെ മീര, നീ ഇങ്ങനെ വലിക്കല്ലേ, കാര്യം പറ. ഓക്കെ, ഞാൻ കാര്യം പറയാം. അങ്ങനെ ഇവർ തമ്മിൽ ഫ്രണ്ട്സായി. അതായത് ഈ രണ്ട് ചെക്കന്മാരും ശ്രീലക്ഷ്മി തമ്മിൽ തിക് ഫ്രണ്ട്സായി. ഫസ്റ്റ് ഒരു ചെക്കൻ ഇവളോട് ക്രഷ് അടിച്ചു. അതാരാ ഫസ്റ്റ് ചെക്കൻ? അർജുനേക്കും. അല്ലാതെ വേറെ ആര്? എന്നാ ചേച്ചിക്ക് തെറ്റി. അത് അർജുനായിരുന്നില്ല, അത് സജിനായിരുന്നു. എന്റെ അമ്മേ, തലയൊക്കെ കറങ്ങുന്നു. തല കറങ്ങാനൊന്നും ആയിട്ടില്ല, ഇനിയുണ്ട്. അങ്ങനെ ഈ സജിൻ പോയി അർജുനോട് പറഞ്ഞു ഇവന് ഇവളോട് ക്രഷ് ഉണ്ടെന്ന്. എന്നിട്ട് അപ്പൊ അതാ ട്വിസ്റ്റ്. അർജുനേട്ടനും ശ്രീലക്ഷ്മിനെ ഇഷ്ടായിരുന്നു. ഈ ട്വിസ്റ്റ് ഞാൻ ആദ്യം പ്രതീക്ഷിച്ചതാ. എന്നിട്ട് അങ്ങനെ ഇവര് തമ്മില് ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ അടികളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. എന്നാൽ ഈ ഫ്രണ്ട്ഷിപ്പ് തമ്മിൽ കളിച്ചിട്ടില്ല കേട്ടോ. ചെറിയ ചെറിയ അടികൾ എന്നൊക്കെ പറയുമ്പോ അല്ല, ഫോർ എക്സാമ്പിൾ ചേച്ചിന്റെ ഒരു ബർത്ത്ഡേ വന്നാ ആര് ഗിഫ്റ്റ് കൊടുക്കും എന്നതിലൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ചെറിയ ചെറിയ അടികളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്തായാലും ഇവർക്ക് രണ്ടാക്കും ഇഷ്ടമായിരുന്ന പോലെ ചേച്ചിക്കും ഇതിൽ ആരോടും ഒരാളോട് ഇഷ്ടം ഉണ്ടായിരുന്നു. അതെനിക്കറിയില്ല. അത് ചേച്ചിനോട് ചോദിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. എന്റെ ഈശ്വരാ, ചേച്ചീനെ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. അവക്ക് അർജുൻ എങ്ങാനും ഇഷ്ടം എന്ന് വെച്ചാൽ അവളെന്താ റിയൽ സ്വഭാവം അറിയും. ചേടാ, ചേച്ചിന്റെ കൂടെ നിക്കണേ. എവിടം വരെ പോകും നമുക്ക് നോക്കാം. അല്ല, ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇങ്ങനെ ശ്രീലക്ഷ്മിനെ അറിയാം? ഓ, അറിയാനൊന്നുമില്ല. താഴെ പോയി നോക്ക്. താഴെ പോയി നോക്കാനോ? ചേച്ചി ഇവിടെ ഉണ്ടോ? മീരേ, അവളെ കാണാൻ പോയതാ രണ്ടെണ്ണം കൂടി. അതെ. അയ്യോ, നീവാരും പോയിട്ടുണ്ടല്ലോ. ഓ, അല്ല, നിങ്ങൾ എന്നിട്ട് പോയി നോക്കാത്തെ? ഞങ്ങൾ എന്തിനാ പോയി നോക്കുന്നേ? ചേച്ചി, നമുക്കൊന്ന് പോയി നോക്കിയാലോ? പോണോ? പോവാ. എന്നാ വാ. ഓ, നോക്കിക്കൊണ്ടിരിക്കണല്ലേ. ഇവളെ ഇനി മാത്രം നോക്കി ഇവളാര്? ഐശ്വര്യാറായോ? സാജിനേട്ടാ, എന്നോട് ചതി വേണ്ടായിരുന്നു കേട്ടോ. ഇവനോട് ആരെയും നടുക്കരിക്കാൻ പറഞ്ഞേ. ഓ, അർജുന മുഖം കാണുമ്പോ എനിക്ക് ചേച്ചി കൂൾ ഡൗൺ. അല്ല, എന്നിട്ട് പറ മോളെ, നീ എങ്ങനെ ഓസ്ട്രേലിയയിലെത്തി? എന്റെ പൊന്നു മോനെ, അതൊക്കെ വലിയ കഥയാണ്. ഞാൻ ഇവിടുന്ന് ഓസ്ട്രേലിയ പോയി ആ വഴിക്ക് എവിടേക്കോ കറങ്ങി തിരിഞ്ഞിട്ട് അവസാനം ഇവിടെ എത്തിയത്. നിനക്ക് കോളേജ് കഴിഞ്ഞപ്പോ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യായിരുന്നു. ഇയാളോ വലിയ ഡയലോഗ് അടിക്കില്ലേ? എന്നെ ഒന്ന് കല്യാണത്തിന് നീ വിളിച്ചില്ലല്ലോ. അതിന് ഞങ്ങളടുത്ത് കോണ്ടാക്ട് വേണ്ടേ? ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ തരണ കിട്ടുമല്ലോ. അപ്പോ അതൊന്നും ആലോചിച്ചില്ല, അത്ര തന്നെ. ഓ, ആലോചിക്കണ്ടൊന്നല്ല, മറന്നുപോയതാ. പിന്നെ ഇയാളെ ഞാൻ കുറെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. അല്ലടാ അർജുനെ, കല്യാണൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ എന്താ പ്ലാൻ? പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഇവിടെയൊക്കെ നിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. പറ്റുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ സെറ്റിൽ ആവും. അപ്പൊ ഇനി യുഎസിലേക്ക് പോകുന്നില്ല? പോണെന്നൊക്കെ ഉണ്ടടാ, പക്ഷേ അവിടെ പോയാൽ ഫുൾ പോസ്റ്റാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരലൊന്നും ഈസി അല്ലല്ലോ. ഇവരൊക്കെ പിന്നെ ഇവിടെയല്ലേ ഉള്ളേ. ഇപ്പോൾ ഇവിടെ നിൽക്കണമെന്നാണ്. നോക്കട്ടെ, എന്താ ചെയ്യാന്ന് അറിയില്ല. പിന്നെ പോവാൻ ഈ ചെക്കൻ എന്നെ വിടണ്ടേ? ആടാ, ഇനി എന്റെ തലക്കിട്. ഞാൻ പോവാൻ സമ്മതിക്കേണ്ടാന്ന്. നീ സമ്മതിക്കേണ്ടില്ല. ഇല്ല, ഞാനന്ന് പോയേനല്ലോ. തുടങ്ങി രണ്ടും കൂടി. എടാ, എന്തോന്നടാ
ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറയുകയും ചെയ്യും, എന്നിട്ട് തടി ഉണ്ടാക്കുകയും ചെയ്യും. ഇതൊക്കെ ഒരു ഫണ്ണല്ലേ? ആ പിന്നെ സജിനെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്തേ? നീ പണ്ടത്തേനൊക്കെ ഭംഗി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോമ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ. ആ പിന്നെ നിന്നോട് ചോദിക്കാൻ മറന്നുപോയി, നീ മാരീഡാ? എടാ നീവാനെ. എന്തേ? സജിന് ഇപ്പൊ സെറ്റാവും. അപ്പൊ ചിന്നുവിനെ നീ മിക്കവാറും ദത്തെടുക്കേണ്ടി വരും മോനെ. അങ്ങനൊന്നും ഉണ്ടാവില്ല, കാണാം. ഈശ്വരാ, ഇപ്പൊ പറയും മാരീഡ് അല്ലാന്ന്. അല്ല എന്തേ? അല്ല പറയാൻ പറ്റൂല, ഈ കൊരങ്ങ മാരേജ് കഴിച്ചവര് നീയും പെട്ടെന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലോ? വേണ്ടേ, നിന്റെ പഴയ കഥയൊക്കെ നമുക്കറിയാം. ഓ പിന്നെ നീ മിണ്ടല്ല അർജുനെ, ദേഷ്യം വരും എനിക്ക് അവന്റെ പേര് കേൾക്കുമ്പോ തന്നെ. ആ പണ്ട് എന്തായിരുന്നു, ഡയറി മിൽക്ക് കിട്ടിയ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഇടാതെ കഴിക്കൂല. അതൊക്കെ പണ്ടല്ലേ. സജിന നീ പറ. എന്തു പറയാ? അല്ല, എങ്ങനത്തെ ഒരാളെയാണ് താങ്കൾക്ക് കല്യാണം കഴിക്കേണ്ടത്? അർജുനേട്ടാ, ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആവും. ഞാൻ പറഞ്ഞില്ലേ. മാറിന്നേ, ഞാനിപ്പോ വരാം. നീ എവിടെ പോവാ? എന്റെ ചേച്ചി, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവൂല. ചിലവര് കുത്തിക്കൊണ്ടു, അതിന് മുന്നേ പോയി എടുത്തോണ്ട് വരട്ടെ. പിന്നെ നീ പോയി ചീത്തന്ന് വിളിച്ചേക്കരുതേ. പറയാൻ പറ്റൂല, എന്റെ മൂട് പോലെ ഇരിക്കും. മാറ്. ഈശ്വരാ, എന്താവോ എന്തോ. പറയടോ. അത് പിന്നെ സജിനേട്ടാ. അച്ചോ, സജിന്റെ കരുത്ത് തീരുമാനായി. ആ സജിനേട്ടന്റെ മാത്രല്ല, ഒന്ന് ബാക്കോട്ട് നോക്കിയേ. അർജുനെ, താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇവിടെ പെട്ടുകിടക്കുകയാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കൂ. കിട്ടിയാൽ നിന്റെ ഭാഗ്യം. ഈശ്വരാ, ഫുൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ. എടാ നീവാനെ, ഒന്ന് രക്ഷിക്കടാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബ്രോ, റിയലി സോറി. ഓ ഹായ്, അർജുന്റെ വൈഫാണല്ലേ? അതെ അർജുന്റെ വൈഫാ? അതെ എന്റെ വൈഫ് തന്നെയാ. ഞാനൊന്ന് വിളിച്ചോണ്ടോന്നതിൽ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ലില്ല, ഞങ്ങൾ കുറച്ച് സംസാരിച്ചതാ. അർജുൻ, നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ. പിന്നെ ജീവനോടുണ്ടേ സംസാരിക്കാം. അർജുനേട്ടാ, നീ വരുന്നോ അതോ ഞാൻ? ദയവ് ചെയ്ത് കൊല്ലരുത്, കുറച്ചെങ്കിലും ബാക്കി വെച്ചേക്കണേ. മുഴുവനായി കൊല്ലാൻ പറ്റില്ലല്ലോ, എന്റെ ഭർത്താവായി പോയില്ലേ. നീ റൂമിലോട്ട് വാ, ബാക്കി അവിടുന്ന് തരാം. വേഗം വരാൻ നോക്ക്. ലേറ്റ് ആവുന്നതിനനുസരിച്ച് പവർ കൂടിക്കോളൂ കേട്ടോ. കേട്ടോടാ അർജുനേട്ടാ? പിന്നെ കേട്ട് വരാട്ടോ. സജിൻ ബ്രോ, ഇപ്പൊ പോകുന്നതായിരിക്കും സേഫ് കേട്ടോ. ഇല്ലെങ്കിൽ നല്ലൊരു അടി കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പോവാല്ലേ? ചെല്ലി. ശ്രീലക്ഷ്മി, ഞാനൊന്ന് പോയിട്ട് വരേ. കുറെ നേരം ആയല്ലോ വന്നിട്ട്, അതാ ഞാൻ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ആ ഓക്കെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്നാ ഞാനും അങ്ങോട്ട് പോയിട്ട് വരട്ടോ. ഓ, നിങ്ങൾ രണ്ടാളും ഒരുമിച്ചേ നടക്കുള്ളൂ എന്ന് എനിക്ക് അറിയാം. ചെല്ലി. എന്നാ ഓക്കെ. എവിടെ പോയി? കാണാനില്ലല്ലോ. അമ്മേ, ഇന്നെന്റെ അന്ത്യം നടക്കും. വന്നല്ലോ എന്റെ അർജുനേട്ടൻ. അനുവോ? അയ്യോ, ഓർമ്മ ഉണ്ടെന്നേ. എന്താ അങ്ങനെ ചോദിച്ചേ? രാവിലെ എണീച്ചപ്പോ ഓടിയതാണല്ലോ അവളടുത്തേക്ക്. ഇങ്ങനെ ഒരു ഭാര്യ ഇവിടെ ഉണ്ടെന്ന് ഓർമ്മ ഉണ്ടല്ലോ, വലിയ സംഭവം. എടാ, നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, അവളെന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട്? ആ ഫ്രണ്ട്. ഒന്നുകൂടി ആലോചിച്ച് നോക്കി, അവളെ ഫ്രണ്ടാണോന്ന്. ഫ്രണ്ട് അല്ലേ? ഫ്രണ്ട് തന്നെയാ? ഫ്രണ്ട് തന്നെയാ. അല്ല, വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? വേറെ? ഈശ്വര, തൂക്കിയോ? മൈൻഡ് വോയിസ് എനിക്ക് കേൾക്കൂലെന്ന് വിചാരിക്കരുത്, കേട്ടല്ലോ. എങ്ങനെ സാധിക്കുന്നടി? ഞാനേ നിന്റെ ഭാര്യ, അവന്റെ ഒരു ലവർ. ഓ അനു, വിട് 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 വിട്. ഇനി മേലെ വേറെ പെൺകുട്ടികളോട് കൊഞ്ചു പിഴയാൻ പോയണ്ടല്ലോ. പൂല വിട് വിട് വിട്. വേനെടുക്കുന്നടി. വേനിക്കാൻ വേണ്ടി തന്നെയല്ലേ ഇങ്ങനെ ചെയ്തേ. ഇനി നീ എങ്ങനെ അവളോട് പോയി കൊഞ്ചി കഴിഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ, ഇതൊന്നും ആവൂല അർജുനെ. എന്റെ ചെവി. അവന്റെ ഒരു ശ്രീകുട്ടി കോളേജ് ഉണ്ടായിരുന്നു, കോളേജിൽ നിന്ന് തീർത്തോണ്ടു. കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ കൊഞ്ചിക്കുഴയില്. സോറി. എനിക്കൊന്നും വേണ്ട നിന്റെ സോറി. എന്റെ ശ്രീകുട്ടിക്ക് എന്നെ കൊണ്ട് കൊടുക്ക്. എടി സോറി ഡി, നീ ചെയ്യൂല. നീ എന്താ വെച്ചാ ചെയ്തോ, നിന്റെ ഇഷ്ടത്തിന് നടന്നോ, എന്നോട് മിണ്ടാൻ വരരുത്. അനുവോ? അനു അല്ല, ശ്രീകുട്ടി. ചെല്ലേ, ഇനി അങ്ങനെ മതി. അനുവോ, ഞാൻ കാര്യം കേട്ടല്ലോ. നീ കരഞ്ഞോ, എനിക്കെന്താ? എനിക്ക് സങ്കടമുണ്ട് കേട്ടല്ലോ. നീ സങ്കടപ്പെട്ട എനിക്കെന്താ? എടി അനുവോ, ഞാൻ പറഞ്ഞു. സോറി, ഒന്ന് മനസ്സിലാക്കടി. നീ മിണ്ടൂല? മിണ്ടാതെ നിക്കല്ലേ. നോക്ക്, ഞാൻ കരയുവേ. കാര്യമായിട്ട് പറഞ്ഞതാ. എന്റെ സ്വഭാവം നിനക്കറിയാലോ. നീ എന്തും ചെയ്, എനിക്കെന്താ?
നീ എന്താ വിളിച്ചേ? ഞാനോ ചേട്ടന്റെ ഭംഗി കാണാൻ വിളിച്ചതാ. കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ ഭംഗി ഇപ്പോഴാണല്ലോ. എടാ അതൊക്കെ വെറുതെ വെറുതെ? അല്ല വെറുതെ പറയുന്നതാണ്. നീ എന്തിനാ വിളിച്ചേ? ഞാൻ പറഞ്ഞല്ലോ ഭംഗി കാണാനാണ്. സോറി. എന്തിനെ? അല്ല ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കി. അപ്പൊ ഇതുവരെ മനസ്സിലായിട്ടില്ലല്ലേ എന്താ ചെയ്തെന്ന്? ഇല്ല. എന്നാലേ മോന് മനസ്സിലാവുമ്പോ എന്നോട് വന്ന് മിണ്ടിയാ മതി കേട്ടല്ലോ. മാങ്ങ തരേ. ഞാനോ? ഞാൻ ഒന്നാമത് ടെമ്പർ കയറി നിൽക്കുക. ഞാൻ അതിന്റെ മേലെ കോമഡി അടിക്കാൻ നിന്നാണ്ടല്ലോ. ഇല്ല കോമഡി അടിക്കൂല. എന്താ പ്രശ്നം എന്നൊന്ന് പറയോ? സ്വയം മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ട് മനസ്സിലാക്കിയേ മതി. എടി നിനക്കറിയില്ല എനിക്ക് ഇനി മാത്രം ബുദ്ധിയൊന്നും ഇല്ലാന്ന്. ഓ ശ്രീകുട്ടീൻ്റെ അടുത്തുണ്ടല്ലോ ബുദ്ധി, ചോദിച്ചു നോക്ക്. ശ്രീകുട്ടിയാ? ശ്രീലക്ഷ്മിന്റെ പേരാണോ ഈ പറയണേ? എന്റെ മോന് കല്യാണം കഴിക്കണ്ടേ? ആരെ? ഓയ്യോ അത് ഞാൻ പറഞ്ഞിരുന്നോ ശ്രീലക്ഷ്മിനെ? എടി അങ്ങനെയൊന്നല്ല, എനിക്ക് എന്റെ ചിന്നുവിനല്ലേ കെട്ടാൻ പറ്റൂ. ഞാൻ ഞാൻ ടെമ്പർ കയറി നിൽക്കുവാണ്. സോപ്പിടുന്ന നിങ്ങളെ കണ്ടല്ലോ റൂമിലിട്ട് കെട്ടിയിട്ട് തരണം. മേലെ എന്നോട് മിണ്ടാൻ വരരുത്. ചേടാ ഇനി ഇതിനെ ഞാൻ എങ്ങനെ നന്നാക്കി എടുക്കൂ? അവക്കിനി ഒരു മാസത്തേക്ക് ഇത് മതി. അർജുനെ ഒന്ന് പറഞ്ഞ് സെറ്റാക്കി താടാ. എന്റെ വായിരിക്കുന്ന വേറൊന്നും കേക്കരുത് കേട്ടല്ലോ. ബെസ്റ്റ് ഫ്രണ്ടാന്ന് ഞാൻ നോക്കൂല. നിന്റെ ചെവിക്കും തെറ്റി. അത് നിനക്ക് നല്ല കിട്ടിയില്ലേ, പിന്നെ കിട്ടാണ്ടിരിക്കോ? സങ്കടാവുന്ന എനിക്ക്. സാരല്ലടാ പോട്ടെ. നമുക്ക് മാത്രം എന്താടാ ഇങ്ങനെ? മിണ്ടരുത് നീ കാരണ. ഞാൻ എന്ത് ചെയ്ത്? നീയല്ലേ രാവിലെ എണീച്ചിട്ട് അവളെ കാണാൻ പോവാന്ന് പറഞ്ഞത്? വരണ്ടില്ലേനു? അവള് നമ്മുടെ ഫ്രണ്ടല്ലേ. അപ്പം ഇവിടെ ഉള്ളപ്പോ നമ്മള് പോയി കാണണ്ടേന്ന് വിചാരിച്ചിട്ടാ. അവള് നിന്റെ ഫ്രണ്ടായിരുന്നാ? അല്ല. ഇപ്പോഴും അല്ലാന്ന് തന്നെ അവരെ വിചാരം. ഇതിൽ ഞാനും പോയി പെട്ടല്ലോ. വലിയ ഡയലോഗ് അടിക്കില്ലേ? ഇയാൾക്ക് ഇഷ്ടമായിരുന്നില്ല അവളെ? എനിക്കുള്ള ഇഷ്ടം എന്ന് വെച്ചാ ഇഷ്ടമല്ലല്ലോ, ജസ്റ്റ് ഒരു ക്രഷ് അല്ലേ. എനിക്കും അത്രയൊക്കെ തന്നെ ഉള്ളേനു. കള്ളത്തിനും പറയരുത് കേട്ടോ. നിന്റെ ഒടുക്കത്തെ ചുമ അത് കേട്ടിട്ടേക്ക് അവക്ക് മനസ്സിലായിണ്ടാവാ. പിന്നെ ഒന്ന് പോയടാ. അല്ലടാ എന്നാലും ഇവരെങ്ങനെ അറിഞ്ഞ്? നമ്മള് ഫ്രണ്ട്സ് ആണല്ലേ പറഞ്ഞേ. എനിക്കൊന്നും അറിയില്ല. എനിക്ക് സങ്കടാവുന്നു. അവൾ എന്നോട് മിണ്ടുന്നില്ലടാ. അവൾ എന്നോട് മിണ്ടുന്നില്ല. എന്നാലും ഞാൻ എന്താ ചെയ്തേന്ന് എനിക്ക് മനസ്സിലാവാത്തെ. ഞാൻ സംസാരിച്ചിട്ടല്ലേ ഉള്ളൂ. ഞാനും അതൊക്കെ തന്നെയല്ലേ ചെയ്തിട്ടുള്ളൂ. സംസാരിക്കാനും പാടില്ല എന്നാ തോന്നുന്നേ. മീരനോട് ഹെൽപ്പ് ചോദിച്ചാലോ? നല്ല ഐഡിയ ആണ്, പക്ഷെ അവൾ സഹായിക്കോ? അവൾ എന്റെ അനിയത്തിയാ, അവൾ എന്നെ സഹായിക്കൂ. നീ വിളിക്കി. ഒരു മിനിറ്റ്. ആര് വിചാരിച്ചാലും അനുവിനെ റെഡിയാക്കാൻ പറ്റൂല. അവക്ക് നീ വാങ്ങി കൊടുത്താലോ? വേണ്ട, അത് വെച്ച് തലക്കടിക്കും. ശരിയാവില്ല. നിങ്ങളെ കപ്പൽ മുങ്ങിയോ? മീരെ ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി നിൽക്കുന്നു. നീ ഇവിടെ ഇരുന്നേ. മീരെ എല്ലാം തീർന്ന്. അവൾ എന്നോട് മിണ്ടുന്നില്ല. അനു എന്നോട് മിണ്ടുന്നില്ല. വേറെ ആരി? ഞാൻ വിചാരിച്ച ശ്രീലക്ഷ്മി ചേച്ചിയാ മിണ്ടാത്തേന്ന്. നിനക്ക് എങ്ങനെ അറിയാം ശ്രീലക്ഷ്മി വന്നെന്ന്? അത് ഞാൻ ബാൽക്കണിയിൽ കണ്ട്. ബാൽക്കണിയോ? നിങ്ങൾ ഭയങ്കര പാവങ്ങളാട്ടോ. അതെന്താ? നിങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചില്ലേ, അതിന്റെ തൊട്ട് മേലെ ഒരു ബാൽക്കണി ഉണ്ട്. അതായത് നമ്മളെല്ലാരും റൂമിന്റെ മുന്നത്തെ ബാൽക്കണി. അവിടെ നിന്ന് നോക്കിയാൽ നിങ്ങളെ കറക്റ്റ് കാണാം. പറയുന്നത് കേൾക്കുകയും ചെയ്യാം. അപ്പൊ വെറുതെ അല്ലല്ലേ? അല്ലല്ല, എല്ലാം നല്ല വ്യക്തമായി ഞങ്ങൾ കേട്ടു. ചേടാ ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാനില്ല. മീര നീ എന്തേം വഴി പറഞ്ഞാടാ. എന്തിനുള്ള വഴി? അവരൊന്ന് റെഡിയാക്കാൻ. ഈ ട്രിപ്പിൽ അവർ മിണ്ടാതിരുന്ന ഒരു രസവും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുമ്പോഴാ അവന്റെ രസവും സാമ്പാറും. മീര നിന്റെ കാല് ഞാൻ പിടിക്കാം. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാ. എന്റെ അടുത്ത് സത്യം പറഞ്ഞ ഐഡിയ ഒന്നും ഇല്ല. ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കാനുള്ള സമയമൊന്നും ഇല്ല. ആലോചിക്കാനുള്ള സമയമില്ലല്ലേ? എന്ത് ചെയ്യും? അല്ല നിങ്ങൾക്ക് തന്നെ തീർത്തൂടെ? പൊതുവെ അടി ഉണ്ടാവുമ്പോ നിങ്ങൾ എന്നല്ലേ തീർക്കല്? ഇത് പൊതുവെ അടി ഉണ്ടാവുന്ന പോലെ അല്ല, നല്ല കലിപ്പിലാ. എന്നെ റൂമിൽ കെട്ടിട്ടടിക്കുന്ന ആള് പറഞ്ഞേ. നിന്നെ അത്രേ പറഞ്ഞുള്ളൂ, എന്നെ കൊല്ലുന്ന പറഞ്ഞു. നല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇവര് സ്വഭാവം അറിയാലോ. പിന്നെ എന്തിനാ വെറുതെ ആ ശ്രീലക്ഷ്മി ചേച്ചിനോട് പോയി സംസാരിച്ചേ? ചേട്ടന് കാര്യം പോട്ടെന്ന് വിചാരിക്കാം. അർജുനേട്ടനെ കല്യാണം കഴിഞ്ഞതല്ലേ, ഇച്ചിരി ബോധം വെച്ചൂടെ? ഇപ്പൊ കഴിഞ്ഞ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ പ്രസന്റിലെ കാര്യം സംസാരിക്കി. എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ ആലോചിക്കട്ടെ, എന്നിട്ട് പറഞ്ഞുതരാം. മോട്ടോനോടും കൂടി ചോദിക്കാം, അവന്റെ തലയിൽ എന്തെങ്കിലും ബുദ്ധി ഉണ്ടാവും. മോട്ടോനെ കണ്ടോ? അവിടെ എവിടെ ഉണ്ട്. എന്നാ ഞാൻ പോയി നോക്കട്ടെ. നിങ്ങൾ ഇവിടെ ഇരുന്നോ. ഡിപ്രഷൻ അടിച്ച അവസാനം കിടന്ന് വാങ്ങരുത് കേട്ടാ. എണീച്ച് പോടി. ഒരു സമാധാനത്തിനാണ് അവിടെ വിളിച്ചേ. അപ്പൊ കിടന്ന് കളിയാക്ക. ഇതാണ് ലവർ ഇല്ലാത്തതിന്റെ ഗുണം, മനസ്സിലായോ? കല്ലെടുത്തേറി ഞാൻ കേട്ടല്ലോ. പിന്നെ ഞാൻ ഐഡിയ പറഞ്ഞിട്ടില്ല.
ഒന്ന് പോ എൻ്റെ മീര പ്ലീസ്. ഞാൻ പോവാ. ഞാൻ എന്തായാലും അവളുടെ അടുത്തേക്ക് പോവാ. ഇപ്പൊ ഒരു ചെവിയെ ചോന്നിട്ടുള്ളൂ, അടുത്ത ചെവിയും കൂടി ചോക്കണോ? വേണ്ടല്ലേ? വേണ്ട. ഇനി എന്ത് ചെയ്യൂടാ? ഒന്നുമില്ലടാ, നമുക്കിങ്ങനെ ഇരിക്കാം. എന്തേ? ഒന്നുമില്ല. ഓ, നിന്റെ ചിന്നുവിന് മാത്രമേ ഇങ്ങനെ കിടക്കാൻ പറ്റൂ? അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? നീ കിടന്നതിന് ശേഷമല്ലേ ചിന്നു കിടക്കാൻ തുടങ്ങി? സജിനെ, എനിക്ക് സങ്കടമാവുന്നടാ. നീ സങ്കടപ്പെടണ്ട, എൻ്റെ പൊട്ടിയാൽ നിന്റെ ഞാൻ റെഡി ആക്കും പോരെ. അത് വേണ്ട, നീ ചെറിയ കുട്ടികളെ കളി കളിക്കില്ല അർജുനെ. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അവൻ അവളോട് കുഞ്ചി കളയാൻ പോയിട്ടില്ലേ? ചേട്ടാ, കുറ്റബോധടിക്കുന്നു. പാവുണ്ടാവും, വേദനിച്ചുണ്ടാവോ? ചെയ്യണ്ടില്ലായിരുന്നു ചേട്ടാ. എന്ത് ചെയ്യും? കുറച്ചേരം അങ്ങനെ പോട്ടെ. വേഗം പോയി മിണ്ടേ ശരിയാവില്ല, വീണ്ടും ഇതേപോലെ ആവർത്തിക്കും. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ഇടാം, കുറച്ച് കഴിഞ്ഞിട്ട് പോയി മിണ്ട. പാവുണ്ട്, വേദനിപ്പിക്കേണ്ടില്ലായിരുന്നു. രാത്രി എന്തായാലും മിണ്ടണം. ഓ, ഈ വൃത്തികെട്ട കൊതു എന്നെ വായി നോക്കാൻ സമ്മതിക്കൂല. എന്റെ പൊന്നു കൊതു, ഞാനൊന്ന് സെറ്റാക്കിക്കോട്ടെ. വെറുതെ നോക്കിയിരിക്കുന്നവരെ ഇവൻ ഇത്ര ഭംഗിയോ? ഇവനെന്താ ഈ നോക്കുന്നേ? രാത്രി ഏകാന്തതയിലേക്ക് നോക്കി ചിരിക്കാൻ ഇവനാര് ഏകാന്ത ചന്ദ്രികയോ? ഈശ്വര, ഇനി വല്ല ഗേൾ ഫ്രണ്ടിനെ ആലോചിച്ചിരിക്കുകയാണോ? അതിന് വഴിയില്ല. നീയോ? നീ എന്താ തൂക്കിയല്ലോ നാദാ. ഞാനിവിടെ വെറുതെ. അയ്യോ, ആവശ്യമുള്ള നേരത്തിൽ കള്ളത്തരം കിട്ടൂല. എന്തേ? ഞാൻ ഇല പറിക്കാൻ വന്നതാ. ഇല പറിക്കാനോ? ആ ഇല, ഇത് ഈ ചെടീന്റെ ഇല തല വെച്ച നല്ലതാ. ചെടീന്റെ ഇല തലയിൽ വെക്കാനോ? തലയിൽ വെച്ച എന്താ ഗുണം? ഗുണം 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 മുടിയുണ്ടാവും, നല്ല മുടിയുണ്ടാവും. കൊള്ളാലോ. പൊട്ടൻ തന്നെ. വാ, ഇവിടെ വന്നിരിക്കി. വരാം. അമ്മ, ജസ്റ്റ് മിസ്. എന്തേ? അല്ല, ഇങ്ങനെ ഏകാന്തതയിലേക്ക് നോക്കി ചിരിക്കുന്ന എന്തിനാ? ഞാൻ ഏകാന്തതയിലേക്ക് നോക്കി ചിരിച്ചതൊന്നുമല്ല. എനിക്ക് നൈറ്റ് സ്കൈയും മൂണൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധന, അതുകൊണ്ടൊന്ന് നോക്കിയിരുന്ന് പോയതാ. ഓ, മൂന്ന് നോക്കിയതാ? അതെ അതെ. ഞാൻ വിചാരിച്ച്. എന്ത് വിചാരിച്ച്? ആൾക്കാർ കൂടുന്നിടത്തൊന്നും ഇങ്ങനെ മാനത്തേക്ക് നോക്കി ഇരിക്കണ്ടോ. അതെന്താ? അല്ല, ഇപ്പോഴത്തെ ആൾക്കാരാണ് എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. നീ ഭയങ്കര കോമഡി ആണല്ലോ. ആണോ? താങ്ക് യു. നിനക്കതൊന്നും ഇഷ്ടല്ലേ? കാണാനൊക്കെ ഇഷ്ടാ, അല്ലാതെ ഇങ്ങനെ ക്രേസ് ഒന്നുമില്ല. ഇങ്ങനെ നോക്കിയിരുന്നോക്ക്, നല്ല രസാ. ആണോ? എന്നാ നോക്കിയിരുന്നോക്കട്ടെ. നോക്കിയിരുന്നാ മാത്രം പോരാ, എന്തെങ്കിലുമൊക്കെ ആലോചിക്കണം. എന്താ ആലോചിക്കണ്ടേ? നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടാതെ പോയ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ ആലോചിച്ചാൽ മതി. അല്ല, അപ്പൊ ചേട്ടൻ എന്താ ആലോചിക്കുന്നേ? ചിന്നുനെയാ? ചിന്നുവിനെ ഞാൻ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിന്നുവിന് നല്ലൊരു ലൈഫാ കിട്ടിയത്. അതേപോലെ കിട്ടാതെ പോയ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാനതൊന്നല്ലടാ ആലോചിക്കുന്നേ, ഞാൻ എന്റെ പപ്പേന്റെ മമ്മീനൊക്കെ ഒന്ന് ആലോചിച്ചതാ. ഓ, ആണോ? സോറി ട്ടോ. അതൊന്നും കുഴപ്പമില്ല. നീയും അതേപോലെ ആരെങ്കിലും ഒക്കെ ആലോചിച്ച് നോക്ക്. ആലോചിച്ച് നോക്കട്ടെ. കാണുന്നുണ്ടോ എന്തെങ്കിലും? പിന്നെ അതാ ഞാൻ പറഞ്ഞേ. കാണുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റിയെങ്കിൽ.